അമേരിക്കയിൽ ഉപരിപഠനത്തിനെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സാംസ്കാരിക വിനിമയ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും വിസ അനുവദിക്കുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. നിലവിൽ കോഴ്സുകളുടെയോ അല്ലെങ്കിൽ ജോലിയുടെയോ കാലാവധി തീരുന്നതുവരെ യുഎസിൽ തുടരാൻ അനുവദിക്കുന്ന വിസകൾക്ക് പകരം കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്ന പുതിയ അന്തിമ നിയമം ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ച് 60 ദിവസത്തിനകം പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. 2025 ജനുവരിയിൽ അധികാരമേറ്റത് മുതൽ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ പരിഷ്കരണം അനുസരിച്ച് വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കുമുള്ള വിസകളുടെ പരമാവധി കാലാവധി 4 വർഷമായി തന്നെ പരിമിതപ്പെടുത്തും. വർഷങ്ങളോളം യുഎസിൽ തുടരാൻ അനുമതി നൽകിയിരുന്ന മാധ്യമപ്രവർത്തകരുടെ വിസ കാലാവധി ഇനി മുതൽ പരമാവധി 240 ദിവസമായിരിക്കും. എന്നാൽ ചൈനീസ് മാധ്യമപ്രവർത്തകർക്ക് ഇത് വെറും 90 ദിവസമായി ചുരുക്കിയിട്ടുണ്ട്. വിസ കാലാവധി നീട്ടണമെങ്കിൽ ഇനി മുതൽ കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിച്ച് അപേക്ഷ നൽകേണ്ടി വരും. ചൈനീസ് മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ഈ വിവേചനപരമായ നീക്കത്തെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുമേൽ വൻ നിയന്ത്രണങ്ങളാണ് പുതിയ നിയമം അടിച്ചേൽപ്പിക്കുന്നത്. ഉപരിപഠനത്തിന് എത്തുന്ന റിസർച്ച് വിദ്യാർത്ഥികൾക്ക് കോഴ്സിനിടയിൽ തങ്ങളുടെ പഠന ലക്ഷ്യങ്ങൾ മാറ്റാനോ ഔദ്യോഗിക അനുമതിയില്ലാതെ മറ്റൊരു സർവകലാശാലയിലേക്ക് മാറാനോ സാധിക്കില്ല. ഇതിനെല്ലാം പുറമെ പഠനം പൂർത്തിയാക്കിയ ശേഷം രാജ്യം വിടാൻ മുൻപ് നൽകിയിരുന്ന 60 ദിവസത്തെ സമയം 30 ദിവസമായി പകുതിയായി കുറച്ചിട്ടുണ്ട്. ഈ 30 ദിവസത്തിനകം വിസ സ്പോൺസർ ചെയ്യാൻ പുതിയൊരു തൊഴിലുടമയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇവർ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായി മാറുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിലേക്ക് എത്തുന്ന വിദേശികളുടെ എണ്ണത്തിലുണ്ടായ വലിയ വർധനവാണ് നിയമങ്ങൾ കർക്കശമാക്കാൻ കാരണമായി ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. 2024 മാത്രം 18 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് യുഎസിൽ എത്തിയത്. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 11% കൂടുതലാണ്. കൂടാതെ 5 ലക്ഷത്തിലധികം എക്സ്ചേഞ്ച് വിസിറ്റർമാരും 37,300 മാധ്യമപ്രവർത്തകരും ഇതേ കാലയളവിൽ രാജ്യത്തെത്തി. ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ കൃത്യമായി നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും നിലവിലെ സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. പഠന വിസയിലെത്തി പതിറ്റാണ്ടുകളോളം രാജ്യത്ത് തുടരുന്ന നിരവധി സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിനെതിരെ യുഎസിലെ പ്രമുഖ കുടിയേറ്റ വിദഗ്ധരും മുൻ ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിലെ ചുവപ്പുനാടകൾ ഒഴിവാക്കുന്നതിന് പകരം കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മുൻ DHS ഉദ്യോഗസ്ഥനായ ഡഗ് റാൻ വിമർശിച്ചു. നിശ്ചിത കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരണമെങ്കിൽ വിദേശികൾക്ക് വിസ നീട്ടാൻ അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തുപോയ ശേഷം പുതിയ അനുമതിയോടെ വീണ്ടും പ്രവേശിക്കുകയോ ചെയ്യേണ്ടി വരും.